സുഹൃത്തുക്കളെ, നമ്മളിവിടെ പയർ കൃഷി ചെയ്ത കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കയ്പയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തത് ഒരു പഴയ ഫ്രിഡ്ജ് ബോക്സിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ മറ്റേ മണ്ണായിട്ട് കൊടുത്തിട്ടുള്ളത് ചകിരിച്ചോറ്, അതുപോലെ തന്നെ ചാണകം, പിന്നെ നമ്മുടെ മണ്ണും പാടി മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമ്മൾ നട്ടിട്ട് ഏകദേശം ഒരു 2 ആഴ്ചൻ്റെ മുകളിലായിട്ടുള്ളൂ. ഈ ചകിരിച്ചോറായതുകൊണ്ട് തന്നെ വിത്ത് വേഗം മുളച്ച്, ഇത് കണ്ടില്ലേ, വള്ളിയൊക്കെ നല്ല കരുത്തായിട്ടാണ് വരുന്നത്. പയറിൻ്റെ ഇലയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, നല്ല കരുത്തായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ടെറസിൻ്റെ മുകളിലാണ്. അതുപോലെ പഴയ ഫ്രിഡ്ജ് ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൃഷി ചെയ്യട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ടെറസിൻ്റെ മുകളിൽ നമ്മളിവിടെ നെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മളെ കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു നേരമാണ് നമ്മൾ നനയ്ക്കണത്. കണ്ടില്ല, വള്ളിയൊക്കെ നല്ല കരുത്തായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഒന്നുമില്ല, നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മണ്ണ് അടിവളമായിട്ട് കൊടുക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചകിരിച്ചോറ്, അതുപോലെ തന്നെ ചാണകം, മണ്ണ്, ഇത് നല്ല മിക്സ് ചെയ്തിട്ട് ഒരു ഇതാക്കുക. എന്നിട്ട് നമ്മളെ ഈ ഫ്രിഡ്ജ് ബോക്സിൻ്റെ അടിയിൽ, ഏറ്റവും അടിയിൽ ഇതിനൊരു ഓളിട്ട് കൊടുക്കണം കേട്ടോ, വെള്ളം ഒഴിവാകാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും അടിയിൽ പിന്നെ കരിയിലിടുക, അത്യാവശ്യം കരിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മിശ്രിതം ഇട്ട് കഴിഞ്ഞ് അതിൽ വിത്തിട്ട് പാകത്തിന് നനച്ചു കൊടുത്താൽ മതി. നല്ല രീതിയിൽ വരും കേട്ടോ.